വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായതും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തലിന് റെക്കോർഡ് ഭൂരിപക്ഷം ലഭിച്ചതും നേട്ടമായി UDF വിലയിരുത്തുന്നു. ചേലക്കരയിൽ CPMന്റെ ഭൂരിപക്ഷം വളരെയേറെ കുറച്ചു കൊണ്ടുവരാനായതും രാഷ്ട്രീയ നേട്ടമായി തന്നെയാണ് കണക്കാക്കുന്നത്. തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്ന UDFന് 2026 ജീവൻ മരണ പോരാട്ടം നേരിടേണ്ടി വരുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൂടുതൽ കരുത്തു നൽകുന്നു. പാലക്കാട് പീസരിഞ്ഞിൽ തുടങ്ങി സന്ദീപ് വാര്യരിൽ എത്തി നിൽക്കുന്ന കളം മാറ്റവും ചുവടുമാറ്റവും അവസാന നിമിഷം വരെയും UDFനുണ്ടാക്കിയ വെല്ലുവിളി ചെറുതല്ല. നീലട്രോളിയിലെ കുഴൽപ്പണവും LDFന്റെ വിവാദ പത്രപരസ്യവും ഉൾപ്പെടെ അതിജീവിച്ച് മുന്നേറിയ മികച്ച പ്രകടനം UDFന്റെ ശക്തിയും കരുത്തും വിളിച്ചോതുന്നു. ഇവിടെ പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ 5 ഇരട്ടി ഭൂരിപക്ഷത്തിൽ 5 ഇരട്ടിയുടെ അടുത്തുള്ള ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി. ചേലക്കരയിൽ ഞാൻ പറഞ്ഞതുപോലെ 28,000 വോട്ടാണ് കുറവുണ്ടായത്. ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് എങ്ങനെയാ മുഖ്യമന്ത്രി തിളങ്ങി നിൽക്കുന്നത്? ചേലക്കരയിലെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിലൂടെ CPMന്റെ ചെങ്കോട്ടയിൽ ഇടിച്ചുകയറി ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നതും രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ കന്നിയംഗത്തിൽ ഭൂരിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്ക പോളിംഗ് കുറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിലും പക്ഷേ 4 ലക്ഷത്തിന് മുകളിൽ എത്തിക്കാനായത് UDFന്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ കരുത്തു തന്നെയാണ്. ഇതെല്ലാം ഭരണവിരുദ്ധ തന്നെയല്ലേ? അത് ഇടതുപക്ഷമായാലും ഈ CPM BJP ആയാലും ഭരണവിരുദ്ധ ഭരണത്തിന്റെ പ്രതികരണമല്ലേ? പാലക്കാട്ടിലെ ജനങ്ങൾ ഇത്ര വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുമെന്ന് വളരെ വ്യക്തമായ സൂചന. ഏറെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികളിൽ ഏറ്റവും അധികം രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയത് UDF തന്നെയാകുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാകും നേതൃത്വം നേരിടുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.